റിലേഷൻഷിപ്പിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെക്സ് ആണോ ലൈംഗികതയാണോ? തൊട്ടപ്പുറത്ത് ലൈംഗിക ബന്ധങ്ങൾക്ക് സാധ്യതയുള്ള ആൾക്കാർ ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര കഴിയും എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അത് ചെയ്യുമ്പോഴാണല്ലോ ഈ അവിഹിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാൾക്കാർ തമ്മിൽ പുരുഷന്മാര് തമ്മിലടിച്ച് ചത്താൽ രാജാവിന് ഒരു പ്രജ നഷ്ടപ്പെടും. അതിനുവേണ്ടി ഒരുത്തൻ ഒരു പെണ്ണിനെ കൊടുത്ത വഴിയാണ് മോണോഗമി ഉണ്ടായത്. പേര് ഷക്കീബ്. ഞാൻ നേരത്തെ ആ ഫോട്ടോ വെച്ചിലെ പരിപാടിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷദ്വീപാണ് സ്ഥലം. കുറെ ചോദ്യം ഇങ്ങനെ റെഡിയാക്കിയിട്ട് കൊണ്ടുവരണമെന്നുണ്ടായി. അതിന്റെ ഇടയ്ക്ക് പനി പിടിച്ച് കിടന്നില്ല, നടന്നില്ല. അങ്ങനെ ഒരു അടിപിടി വന്നെത്തുക. അപ്പോ 2-3 ചോദ്യങ്ങളുണ്ട്. അതിലൊരെണ്ണം, ഒരു 20 വയസ്സ് കഴിഞ്ഞ മെയിൽ മനുഷ്യൻ മീൻസ് ആണുങ്ങൾക്ക് അവരുടെ സെക്ഷുവൽ നീഡ് എത്ര കണ്ട് സപ്രസ് ചെയ്യാൻ പറ്റും? ഇതാണ് ഒരു ചോദ്യം. എത്ര കണ്ട് സപ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ, ഇപ്പോ മാസ്റ്റർബേറ്റ് അല്ലാണ്ട് നമുക്ക് എത്ര കണ്ട് സെക്ഷുവൽ നീഡ് സപ്രസ് ചെയ്യാൻ പറ്റും? ഒരു കാര്യം. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് 27 വയസ്സുണ്ട്. ഇപ്പം പ്രണയം ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് ആയി. അപ്പൊ ആ ടൈമില് ഉണ്ടായ ഒരു ഒബ്സർവേഷൻ എന്ന് മനസ്സിലായത്, ഈ റിലേഷൻഷിപ്പിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെക്സ് ആണോ ലൈംഗികതയാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായി. കാരണം അത് ചെയ്യുമ്പോഴാണല്ലോ ഈ അവിഹിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാൾക്കാർ തമ്മിൽ തെറ്റുന്നത്. അങ്ങനെ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി. അപ്പോ അതുകൊണ്ട് റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ലൈംഗികതയാണോ? അതുപോലെ ഒരു കൗമാരം കഴിഞ്ഞ അല്ലെങ്കിൽ കൗമാരത്തിൽ കടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മെയിലിന് എത്ര കണ്ട് സെക്ഷുവൽ നീഡ് സപ്രസ് ചെയ്യാൻ പറ്റും? ഇതാണ് എന്റെ ചോദ്യം. ഇരുപത് വയസ്സല്ല, ഏത് വയസ്സിനും സെക്ഷൽ ലീഡ് സപ്രസ് ചെയ്യാൻ പറ്റും. ഇയാള് നാളെ ചത്തുപോകുമെന്ന് പറഞ്ഞാൽ കണിശമായിട്ട് സപ്രസ് ചെയ്യും. ഇയാള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കൊല്ലപ്പെട്ടു പോകുമെന്ന് അറിയുന്ന ദിവസം നിർത്തുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം സപ്രസ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം അവിടുന്ന് പുറത്തിറങ്ങണം എന്നുള്ള ഏക ആഗ്രഹം നമുക്ക് കാണുന്നത്. അതുകൊണ്ട് അതൊക്കെ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലൊന്നും പറയുകയല്ല, സാഹചര്യം അനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കുന്നത്. അപ്പൊ തൊട്ടപ്പുറത്ത് ലൈംഗിക ബന്ധങ്ങൾക്ക് സാധ്യതയുള്ള ആൾക്കാർ ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര കഴിയും എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ചോദ്യം. അങ്ങനെയാ അത് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് സാധ്യതകളുള്ള സമൂഹത്തിനകത്ത് എത്രത്തോളം കഴിയും എന്നുള്ള ചോദ്യം. അപ്പൊ അത് കുറച്ച് എന്നും നമുക്ക് എത്രത്തോളം അപകടം വരും എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. തലയിൽ മുണ്ട് വിട്ട് കള്ളുഷാപ്പിൽ പോകുന്ന പോലെയുള്ള ബന്ധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും. നിയന്ത്രിച്ചിരിക്കുന്ന സമൂഹത്തിനകത്ത് രഹസ്യ ബന്ധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ ഒരു സാധ്യതയും ഇല്ല, ജയിലിലാണ് കിടക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിച്ചിരിക്കും. കാരണം പ്രാഥമികമായി ജീവിച്ചിരിക്കുന്നതിനായ ആഹാരം നമുക്ക് എങ്ങനെയും നമ്മൾ കണ്ടുപിടിക്കും. അത്രത്തോളം നമ്മൾ ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യരുത്. പക്ഷെ മരിച്ചും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നിടത്ത് എത്തും. സാധ്യതകൾ മുന്നേ നിർത്തിക്കൊണ്ടാണെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കും. അതുകൊണ്ട് ജീവൻ തുടരുക എന്ന് പറയുന്നതും ജീവിതത്തിന് ആവശ്യം. ലൈംഗികതയ്ക്ക് വേണ്ടിയല്ല ലൈംഗികത, ജീവൻ തുടരാൻ വേണ്ടി. അപ്പോ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ലൈംഗികതയ്ക്കകത്ത് രസം ഇരിക്കുന്നത്. അതൊരു മാങ്ങ പഴുത്ത് നിൽക്കുന്ന പോലെ. പഴുത്ത് നിൽക്കുന്ന മാങ്ങ തിന്നാനായിട്ട് ബാക്കി ജീവി വരും. അപ്പൊ അതിന്റെ അണ്ടി കൊണ്ടുപോയി വല്ലയിടത്തും ഇടുവെന്ന് അറിയുന്നതുകൊണ്ടാണ് ആ മധുരമുള്ള മാങ്ങയായിട്ടിരിക്കുന്ന പോലെയാണ് ലൈംഗികതയ്ക്കകത്തെ രസം എന്ന് പറയുന്നത്. അത് തേടി പോകുക എന്നുള്ള ജീവന്റെ സ്വഭാവത്തിനകത്ത് വരും.
അപ്പൊ നമ്മളെല്ലാവരും രസകരമായത് കാരണം കൊണ്ട് ഒരു രസവും ഇല്ലാതെ കൊച്ചിനെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഒരാൾ ചെയ്യും. അതുകൊണ്ടാണ് കുട്ടിയെ ഉണ്ടാക്കുന്നതിനകത്ത് രസം വെച്ചത്. രസം ഉണ്ടാകുന്നത്, രസമില്ലെന്നുണ്ടെങ്കിൽ അന്വേഷിക്കുന്നത് കുറയും എന്നറിയുന്നതുകൊണ്ട് അത് പരിണമിച്ച് രൂപപ്പെട്ടതാണ്. നമ്മളെ ചുറ്റിലിപ്പോ കാണുന്നത് ഒരു മോണോഗമി രൂപത്തിലല്ലേ മാരേജ് കഴിഞ്ഞ എല്ലാവരും മനുഷ്യരുണ്ടാക്കിയതാണ് ഇതൊക്കെ. എന്ന് പറയുമ്പോൾ മോണോഗമി എന്ന് പറയുന്നത് പുരുഷന്മാര് തമ്മിലടിച്ച് ചത്താൽ രാജാവിന് ഒരു പ്രജ നഷ്ടപ്പെടും. അതിനുവേണ്ടി ഒരുത്തൻ ഒരു പെണ്ണിനെ കൊടുത്ത വഴിയാണ് മോണോഗമി ഉണ്ടായത്. അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർ തമ്മിൽ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഒരു സമയത്ത് രണ്ടുപേര് പെയർ ചെയ്യും, പെയർ ബോണ്ടിങ് എന്നതിന് പറയും. ആ സമയത്ത് അധികം പേരുമായിട്ട് ആ പെയർ ബോണ്ട് വേറെ ആൾക്കാരുമായിട്ട് ഉണ്ടാക്കുന്ന കുറയും എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ആര് കുറയ്ക്കും? പുരുഷന്മാര് കുറയും. സ്ത്രീകള് ഒരു സമയത്ത് ഒരു പെയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനായിരിക്കും കൂടുതൽ. ഒരു 99% വേരിയേഷൻസ് എല്ലാത്തിലും ഉണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരുപോലാണ്, പുരുഷന്മാർ ഒരുപോലാണെന്നല്ല. വളരെ ഫെമിനിനായ പുരുഷന്മാരും വളരെ മസ്കുലിനായ പുരുഷന്മാരും ഉണ്ടാകും. വളരെ മസ്കുലിനായ സ്ത്രീകളും ഉണ്ടാകും, ഫെമിനിനായ സ്ത്രീകളും ഉണ്ടാകും. ഈ വേരിയേഷൻസ് നിൽക്കുന്നത് കാരണം കൊണ്ട് പ്രിഡോമിനന്റ്ലി സ്ത്രീകൾ ഒരു ആളുമായി ബന്ധം ഉണ്ടാക്കിയാൽ കുറെ നാൾ അവരുമായിട്ട് മാത്രം കഴിയും. പുരുഷന്മാരങ്ങനല്ല. ലക്ഷക്കണക്കിന് ബീജമുള്ളവർ അവര് എപ്പോ വേണേലും വേറെ ആൾക്കാരുമായി ബന്ധം. കാരണം ഈ ബീജമെല്ലാം എവിടെങ്കിലും കൊണ്ടുപോയി തള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ടായ ജീവിയാണ്. മറ്റത് വർഷത്തിലൊരിക്കൽ ഒരു അണ്ടം വരുന്ന, മാസത്തിലൊരിക്കൽ ഒരു അണ്ടം വരുന്ന ഒരാൾ മാത്രമാണ്. അത് കാരണം കൊണ്ട് ആ സമയത്ത് മാത്രമാണ് ആ ലൈംഗികതയൊക്കെ അങ്ങനെ സർഫസ് ചെയ്യത്തുള്ളൂ. അതേസമയത്ത് വേറെ കുറച്ച് സ്ത്രീകൾ അങ്ങനെ അല്ലാത്തവർ കാണും. കൂടുതൽ ആൾക്കാരുമായി ബന്ധം ഉണ്ടാക്കുന്നവരൊക്കെ കുറെ പേരുണ്ട്. ഇതുമൊക്കെ നമ്മളിത് അറിയണം. പക്ഷെ ഇന്ന് നമുക്കറിയുന്ന ബയോളജിയെ പറ്റി അറിയുന്ന സമയത്ത് പലതരത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ടത്, ധാരാളം പുരുഷന്മാരുമായി ബന്ധം ഉണ്ടാക്കുന്ന ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരഘടനയിൽ തന്നെ ഉണ്ട്. ലിംഗത്തിന്റെ മുൻവശത്ത് ഒരു പൊങ്ങി നിൽക്കുന്ന ഇടവില്ലേ, അത് യോനിയിൽ പോയിട്ട് പുറകോട്ട് വലിക്കുമ്പോൾ അവിടെ ഉള്ള നേരത്തെ ഉള്ളവരെ ശുക്ലം വലിച്ചു കളയുന്നതിന് വേണ്ടി രൂപപ്പെട്ടതാണ് ഇത്. അപ്പൊ പിന്നെ ഇത്രയധികം വേറെ പുരുഷന്മാരുമായി ബന്ധം ഉണ്ടാക്കാത്ത അല്ല സ്ത്രീകളെന്നൊക്കെ അറിയണം. ഇതൊക്കെ ബയോളജിയൊക്കെ കുറച്ച് പഠിച്ചാൽ അതൊക്കെ കാണാം. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ഇപ്പൊ നമ്മൾ കാണുന്ന സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് എന്നും വെച്ചുകൊണ്ട് നമ്മളിത് കാണരുത്, മനസ്സിലാക്കാൻ പാടാണ്. പക്ഷെ പെയർ ബോണ്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് മനുഷ്യരുടെ ഇടയിലുള്ളത്. ഒരു സമയത്ത് ഒരു ഇണം, അത് കുറെ നാളത്തേക്ക്. പുരുഷന്മാർക്ക് അത് നിർബന്ധമല്ല. അത് കാരണം പുരുഷന്മാര് ഇണയെ ഇവിടെ പിടിച്ച് പൂട്ടിയിട്ടിട്ട് വേറെ ഇണയെ നോക്കിപ്പോ, അങ്ങനെയാണത്. സ്വന്തം ഇണ എന്തുകൊണ്ടാണ് ഒരു ഇണയുടെ കൂടെ നിൽക്കുന്നത്? നമ്മളുണ്ടാക്കുന്ന സ്വത്ത് നമ്മുടെ മക്കൾക്ക് തന്നെ പോകണം, അത് എന്റെ മക്കൾക്ക് തന്നെ പോകണമെന്ന് വാശിയുള്ള പുരുഷന്മാരായി മാറുന്നതുകൊണ്ടാണ് കൂടെയുള്ള സ്ത്രീകൾ വേറെ ഒരാളുമായി ബന്ധം ഉണ്ടാക്കാൻ സമ്മതിക്കുന്നത്. സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് കുട്ടികളിലോടാണ് താല്പര്യം, അല്ലാതെ പുരുഷന്മാരിലല്ല. കുട്ടികളെ വളർത്താൻ സഹായിക്കുന്ന ഒരു കോന്തനെ വേണം, അത്രേ അർത്ഥം.